കയറാതെ പോവില്ല. ഫുഡ് കഴിക്കുന്ന ഒക്കെ അവിടെ തന്നെ ആയിരിക്കും. അപ്പൊ ആ ചേച്ചി കൂടി നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു, ഇതുപോലെ മുല്ല റോസിൽ കെട്ടിയിട്ട് വേണം പറഞ്ഞിട്ട്. അതാണ് ഇത്. നല്ല ഭംഗിയുണ്ട്. ഇത് നിങ്ങൾക്ക് കയറാതെ പോവില്ല. ഫുഡ് കഴിക്കുന്ന ഒക്കെ അവിടെ തന്നെ ആയിരിക്കും. അപ്പൊ ആ ചേച്ചി കൂടി നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു, ഇതുപോലെ മുല്ല റോസിൽ കെട്ടിയിട്ട് വേണം പറഞ്ഞിട്ട്. അതാണ് ഇത്. നല്ല ഭംഗിയുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയുന്ന പോലെ പ്ലാസ്റ്റിക് അല്ല കേട്ടോ, ഇത് ഒറിജിനൽ റോസ് ആണ്. കോയമ്പത്തൂരിൽ ഇത് ചിന്ന റോസ് എന്ന് പറയും. റോസും മുല്ലയും കൂടി കെട്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ആ ചേച്ചിക്ക് വേറെ മുല്ലപ്പൂ വേറെ ഓർഡർ ഉണ്ട്. നമ്മളതൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മള് സുരേഷ് ഏട്ടനുള്ള പൂ കൊടുക്കുക. അതാണ് നമ്മുടെ ഒക്കെ റെഡിയായി. നമ്മളിപ്പോ വന്നു. നമ്മള് ഒരു 5:30-6 മണിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് 5:10 ആകുമ്പോഴത്തേക്കും പൂവ് വന്നു. നമ്മളതിപ്പോ കൊണ്ടു കൊടുക്കാൻ പോവാണ്. 7 മണി വരെ നമ്മൾ കാത്തു നിൽക്കുന്നില്ല. നമ്മൾ അതിന് മുമ്പായിട്ട് തന്നെ പൂവ് അവരെ ഏൽപ്പിക്കാൻ പോവാണ്. കാരണം അത് ഏൽപ്പിച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ കർത്തവ്യം, ചുമതല, നമ്മളെ ഏൽപ്പിച്ച ആ ചുമതല നമുക്ക് പൂർണ്ണമായിട്ടും തീർക്കണമെങ്കിൽ നമ്മളത് അവരെ ഏൽപ്പിക്കണമല്ലോ. അത് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാലാണ് നമ്മളെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറൊരു ഇതും കൂടി വന്നിട്ടുണ്ട്. അത് ഇന്നലെ വൈകിട്ട് നമ്മുടെ അനീഷേട്ടൻ തന്നൊരു ഓർഡറാണ്. നാളെ മോദിജിക്ക് വധുവരന്മാരനെ ആശീർവദിക്കാൻ കുറച്ച് റോസാപ്പൂ വേണം പറഞ്ഞു, ഒരു കൊട്ട വേണം പറഞ്ഞു. അപ്പൊ നമ്മൾ അതും കൂടി ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പൂവ് ഏൽപ്പിച്ച് വന്നിട്ട് വേണം നമുക്കിപ്പോ റോസപ്പൂ അവിടുന്ന് തനി റോസായിട്ട് വന്നേക്കണേ. നമ്മളത് ഇതളാക്കി കൊട്ടയിലാക്കിയിട്ട് നമ്മൾ അവർക്ക് കൊണ്ടുകൊടുക്കണം. തുളസിപ്പൂവൊക്കെ ഇട്ടിട്ട് നമുക്ക് അവരെ ഏൽപ്പിക്കാണ്ട്. അപ്പൊ ആദ്യം ഫസ്റ്റ് സുരേഷേട്ടനെ പൂവ് ഏൽപ്പിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി എല്ലാവരും ഓരോരുത്തർക്കും നമ്മൾ ഏൽപ്പിക്കേണ്ടതുണ്ട്. കൃഷ്ണവത്സവത്തിലെ പൂ ഏൽപ്പിക്കേണ്ടതുണ്ട്, ആശിച്ചിയുടെ വീട്ടിൽ പൂ ഏൽപ്പിക്കേണ്ടതുണ്ട്, അനീഷേട്ടനെ പൂ ഏൽപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് ചുമതലകളുണ്ട്. ഫസ്റ്റ് നമ്മള് സുരേഷേട്ടനെ പൂ ഏൽപ്പിക്കുക. നമ്മള് പ്രവേശനം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവിടേക്ക് അമ്പലത്തിന്റെ നടയിലേക്ക് നമുക്ക് പറ്റില്ല. കാരണം അത് ഡൽഹിക്കൊക്കെ പോയിട്ട് വരുന്ന പാസുകളാണ് പറഞ്ഞത്. അവർക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്ന പറഞ്ഞത്. അപ്പൊ നമ്മള് ഒരുപാട് ഇത് എടുക്കുന്നില്ല. പക്ഷെ നമുക്ക് ഇവിടെ ഗോകുലം പാർക്കിലേക്ക് വരാനുള്ള അനുമതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ അറിയില്ല ഭഗവാൻ എന്ത് വിചാരിക്കണമെന്നറിയില്ല. നമുക്ക് പോയില്ലെങ്കിലും ഇപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഇതൊക്കെ കൊടുക്കാൻ സാധിച്ചില്ലേ, എല്ലാവർക്കും അറിയാം നമ്മൾ തന്നെ പൂ കൊടുക്കുന്നതെന്നുള്ളത് അറിയാം. അപ്പൊ അത് കൊടുക്കാൻ സാധിച്ചില്ലേ, അതന്നെ വലിയൊരു ഭാഗ്യം. പിന്നെ നമ്മുടെ മനസ്സിലൊരാഗ്രഹം അവിടെ കല്യാണം കാണണം എന്നുള്ളത്. കാരണം നമ്മള് കൊടുത്തിട്ടുള്ള പൂ ചൂടിയിട്ട് കുട്ടിയുടെ കല്യാണം കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഭാഗ്യല്ലേ, അതൊരു ആഗ്രഹം. അപ്പൊ അതും കൂടി സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ മനസ്സില്. ഭഗവാൻ എന്താ വിചാരിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഭഗവാൻ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. അനുഗ്രഹം നല്ലോണം ഉള്ളതുകൊണ്ടാണല്ലോ. അപ്പൊ എന്തായാലും സുരേഷ് ഏട്ടൻ കാണാനും പൂ ഓർഡർ ചെയ്തതൊക്കെ. അപ്പൊ എന്തായാലും ചേച്ചിക്ക് ഇനിയും നല്ല പുതിയ പുതിയ ഓർഡറുകളും എല്ലാം കിട്ടട്ടെ എന്ന് ഒരുപാട് എന്ന് വെച്ചാൽ സുരേഷ് ഏട്ടനോട് നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഏട്ടൻ നമുക്ക് ഈ ഓർഡർ തന്നതിന് പിന്നാലെ നമുക്ക് ഒരുപാട് ചെറുതായാലും നമുക്ക് ഒരുപാട് ഓർഡറുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് എന്ന് വെച്ചാൽ കുറേ അല്ല, ഒരു 2-3 ഓർഡർ നമ്മൾ അങ്ങനെ കൊടുത്തു. ഇനിയിപ്പോൾ 22-ാം തീയതി നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഫെബ്രുവരി 8-ാം തീയതി നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ട്. ഒക്കെ ഇതുപോലെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മളെ വിളിച്ച് പറയുന്നതാണ്. പിന്നെ എന്താ പറയാ, നമ്മളെന്നെ കാണുമ്പോ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്ന് പൂ ചോദിക്കുന്നുണ്ട് സുരേഷ് ഏട്ടന്റെ അല്ലേ. പിന്നെ ഒരുപാട് പേര് നമ്മൾക്ക് പൂ നമ്പറൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരുടെ വീട്ടിലെ കല്യാണം ഉണ്ടാകുമ്പോൾ നമുക്ക് ഓർഡർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഓർത്ത് നിൽക്കുന്നില്ല.
കിട്ടുന്നത് നമുക്ക് ഭാഗ്യം. അത് മാത്രം. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ചേച്ചി. എന്തായാലും ഇനിയും കുറെ ഓർഡറുകൾ ചേച്ചിക്ക് വരട്ടെ. അപ്പൊ നിങ്ങൾ വീഡിയോസ് കാണുന്നവരും എന്താ പറയാ ചേച്ചിക്ക് ഓർഡേഴ്സ് ഒക്കെ കൊടുക്കാൻ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന ആൾക്കാരും ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൂ വാങ്ങാൻ ചേച്ചി എന്തായാലും വൈശാഖിന്റെ അവിടെ ചേച്ചി ഉണ്ടാവാറ്. അപ്പൊ എപ്പോഴും നോർത്ത് ഇന്നർ റിംഗ് റോഡിലാണ് ചേച്ചി ഉണ്ടാവാറ്. ചേച്ചിയും വാവയും ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ചേച്ചിക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്യാം. താങ്ക് യു ചേച്ചി.